ഹലോ നമസ്കാരം. സ്റ്റോറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക, പെയ്ത് തീരും മുൻപേ എന്നുള്ള കഥയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും മറൈൻ ഡ്രൈവിൽ നിൽക്കുന്നുണ്ട് മനുശങ്കറിനെ കാത്തിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് എന്ന് പറയണം. അപ്പോൾ മാമച്ചായ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നു ഒരു കപ്പലിൻ്റെ അടുത്താണെന്ന് പറയും മാമച്ചായ. പക്ഷേ അങ്ങനെ പറയല്ലേ എന്ന് പറയും. അപ്പോൾ ഒരു മരം, അതിൻ്റെ മുന്നിൽ 2 നടവഴികൾ, കൃത്യമായിട്ടുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കും കേട്ടോ, ഇങ്ങനെ ഒരു 2 ഇതിലും വഴികളാണ്, ഒരു മരത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഒരു കാത്ത് നിൽക്കുകയാണ് മനുശങ്കറിനെ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇവർ പോയിട്ട് ഐസ് കൊണ്ടുവരുന്നുണ്ട്. ഐസ് വാങ്ങി 2 പേരും കൂടെ കഴിക്കുന്നുണ്ട്. അലീനയും പിന്നെ രേവതിക്കുട്ടിയും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, കോണൈസാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിരിക്കുന്ന കടലാസ് ഇങ്ങനെ അത് അതിൽ ഐസായതൊക്കെ ഇങ്ങനെ നക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ ഇവൾ അലീനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ എന്തൊരു കൊതിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടെ ഇങ്ങനെ ഐസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം മനുശങ്കർ വരുന്നു. അപ്പോൾ മനുവേട്ടൻ എന്നറിയും. അപ്പോൾ വരുന്നുണ്ട് എന്ന് പറയും. പിന്നെ മാമച്ചനോടും ഗ്രേസമ്മോടും വരുന്നുണ്ട് പറയുകയാണെ. അപ്പോഴേക്കും ഇവൾ രേവതിക്കുട്ടി വരുന്നതാണോ, അയ്യോ എന്തൊരു ഭംഗിയാണ് കാണാൻ, ഒരു സിനിമ സ്റ്റാറിനെ പോലെ ഉണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വന്ന് അപ്പോൾ അലീന ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭയങ്കര ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അയാളെ കണ്ടിട്ട് കേട്ടോ, മനുശങ്കറിനെ കണ്ടിട്ട്. അപ്പോൾ ആ അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരാളായിട്ടാണ് തോന്നിയിരുന്നത് ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതെന്നൊക്കെ ഇങ്ങനെ പറയണേ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്, രേവതിക്കുട്ടീനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ, നിങ്ങൾ പറഞ്ഞിടത്തല്ലല്ലോ നിൽക്കുന്നത് പറയുമ്പോൾ, ഇല്ല ഞങ്ങൾ ഐസ് മേടിക്കാൻ വന്നതാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ പറയും ഇനി എന്തായാലും അത് വേണ്ട, എന്താ നീ പ്ലാൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിവിടെ ഇരിക്കാം, നിങ്ങൾ 3 കൂടെ പോയിട്ട് വാ എന്ന് പറയും മാമച്ചൻ. അങ്ങനെ അവർ 2 പേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റൊരു 3 പേരും കൂടെ പോകുന്നുണ്ട് കേട്ടോ, പുറത്ത് ഇങ്ങനെ ചുറ്റാൻ പോവുകയാണ്. എന്തൊക്കെയോ പോയി കുറേ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങി പിന്നെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ സംസാരം കുട്ടികളെ പോലെ ആണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, അപ്പോൾ രേവതിക്കുട്ടിക്ക് ഇപ്പോൾ എല്ലാവരും പോയി, അച്ഛനായി, അമ്മയായി, ഏട്ടനായി, എനിക്കാണിപ്പോൾ ആരും ഇല്ലാത്തത് എന്നിങ്ങനെ പറയും അല്ലീന. അപ്പോൾ പറയും ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാനോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അപ്പോൾ ഞങ്ങളൊന്നും ആരുമായിട്ട് കണ്ടിട്ടില്ല അല്ലേ എന്ന് പറയും. അല്ലേ അതല്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് കുറേ കഴിഞ്ഞ് പിന്നെ ഇവർ പിരിയാണ്, മനുശങ്കറും എല്ലാവരും കൂടെ പിരിയാണ്. അപ്പോൾ ഇവർ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഗ്രേസമ്മയും കുട്ടികൾ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അപ്പോൾ അവിടെ നിൽക്കുന്ന ജോമോനോ എന്താ പയ്യണ്ട്, അവന് ജോമോനെന്നോ തൈക്കുട്ടിന്നോ എന്തോ വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി, അവർക്ക് ഉള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ ഡിക്ക് തുറന്ന് എന്തോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴെങ്കിൽ കൈ കുടുങ്ങുക എന്തോ ചെയ്തിട്ട് ആകെ വലിയ കരഞ്ഞ് ആകെ ബഹളമായി. പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി കരയേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അലീനയുടെ മടിയിലേക്ക് ഇങ്ങനെ വീഴുകയാണ് വന്നിട്ട് നമ്മുടെ കുട്ടി, ഈ രേവതിക്കുട്ടി. അപ്പോൾ എന്നെ കടത്തടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നാളായി ഞാൻ എൻ്റെ ചേച്ചിയുടെ മടിയിൽ ഇങ്ങനെ കടന്നിട്ട്, ഇനി പറ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറ, അവിടുന്ന് സ്നേഹഭവനോ എന്താ അവിടുന്ന് കല്ലപ്പുള്ളിക്ക് പോയതിന് ശേഷമുള്ള കള്ളപ്പുള്ളിയോ എന്താ അങ്ങോട്ട് പോയതിനുള്ള ഇത് പറയാണ്. അങ്ങനെ എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്, കഥകൾ സംഭവിച്ചു അവിടുന്ന് തൊട്ട് എൻ്റെ പരീക്ഷണം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ ചെന്നതിന് ശേഷവും മറ്റേ വീട്ടിലേക്ക്, സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് പോയതിനുള്ള ശേഷവും ഉള്ള കഥകളൊക്കെ പറയുന്നുണ്ടോ കാര്യമാണ്. അപ്പോൾ പറയും ഭയങ്കര കഷ്ടമല്ലേ ചേച്ചിക്ക് അവിടെ നിർക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുശങ്കർ ശരിക്ക് കസിനല്ലേ അത്, പക്ഷെ മനുവിനെ അറിയണില്ല, അത് സത്യാവസ്ഥ മനുവിനെ അറിയില്ല. പക്ഷെ മനുവിനോട് നമ്മളെ അലീന ചോദിക്കുന്നുണ്ട് വൈജന്തി മാഡത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ 2 വർഷം, അതായത് ഇവരുടെ മൂത്തൊരേട്ടൻ്റെ
വൈജയന്തിയുടെ മൂത്തരേട്ടൻ മിലിറ്ററിയിലായിരുന്നു, വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ആളാണ്. അപ്പോൾ അവരുടെ ഭാര്യ പ്രസവത്തിൻ്റെ സമയത്ത് വൈജയന്തിയാണ് ഇവിടുന്ന് പോയത്. അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടെ പോയി ആഗ്രയിലായിരുന്നു. അവിടെ പോയി 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വന്നത്. പക്ഷേ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറും ചെയ്തിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അവിടുന്ന് ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് അവിടുത്തെ ജോലി രാജിവെച്ചിട്ട് തിരിച്ച് പോരുക നാട്ടിൽ. പക്ഷേ പോയ പോലത്തെ ആളല്ല തിരിച്ചു വന്നത്. അതോടുകൂടി അവരുടെ സ്വഭാവം പാടെ മാറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല സ്നേഹമായിരുന്നു എല്ലാവരോടും. പക്ഷേ പിന്നെ തിരിച്ചു വന്നപ്പോൾ അതായിരുന്നില്ല സ്വഭാവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആർക്കും അറിയണമില്ല, സംഭവം എന്താണ് പറ്റിയതെന്നറിയില്ല. അപ്പോൾ മനുവിൻ്റെയൊക്കെ ഇവരെ എല്ലാവരുടെയും വിചാരം ആ ജോലി മനഃപൂർവ്വം നിർബന്ധിച്ച് രാജിവെപ്പിച്ചതിൻ്റെ ദേഷ്യമാവും, ആ ഒരു ഇതായിരിക്കാമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആയിരുന്നില്ല അത്ര, അവർ നല്ല സ്നേഹമായിരുന്നു, എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സ് കിടക്കുന്നുണ്ട് കേട്ടോ മറ്റേ അലീനയുടെ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും ശരിക്കും മനു ശങ്കർ കസിനാണല്ലോ. അപ്പോൾ പറയും എൻ്റെ കസിനാണ്, പക്ഷേ അങ്ങനെ വേണമെങ്കിൽ എന്താ ഇഷ്ടമാണെങ്കിൽ പറയും ഇഷ്ടമാണ്, നീ വിചാരിക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല മനുവേട്ടനെ ആ ഒരു രീതിയിൽ. ഇനി മനുവേട്ടനുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. ഞാനവിടെ കിടക്കണു, അവിടെ ഇരിക്കണു, അവരവിടെ കിടക്കണു. എന്തായാലും അമ്മയ്ക്ക് ഒരിക്കലും ഞാൻ എന്താ ഏതാണെന്ന് അവർക്കറിയില്ല, ഇനിയിപ്പോൾ അത് തിരിച്ചറിയാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവരവിടുന്ന് ഭയങ്കര സംസാരവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ അലീന ഇനി തിരിച്ചു പോകേണ്ട സമയമാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ അലീനയ്ക്ക് പോകേണ്ട സമയമാവുകയാണ്. ഇതിൽ അവിടെ എന്തായത് വൈജയന്തിയും മകളും കൂടി അടുക്കളയിൽ തകൃതിയായ പണി. അപ്പോൾ അവളോട് പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് പിന്നെയും പോയത്, വിടണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയും. ഞാൻ അവളോട് അത്ര പറഞ്ഞതാണെന്നറിയോ പോകണ്ടെന്നുള്ളത്, എന്നിട്ട് അവളത് കൂട്ടാക്കാതെ പോയതാണെന്നൊക്കെ ഇങ്ങനെ അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പെയ്തു തീരും മുന്നേ എന്നുള്ളതിൻ്റെ കഥ വരുന്നത്. മുഴുവനുണ്ട്, ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.